ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഈ വർഷം എന്നെ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിന്റഡ് ആക്കിയ 3 ചിത്രങ്ങൾ ഏതെല്ലാം എന്നായിരുന്നു. അതിൽ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ എമ്പുരാനായിരുന്നു. ലൂസിഫർ ഇറങ്ങിയപ്പോൾ മുതൽ എമ്പുരാന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു എല്ലാവരും. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ബുക്ക് മൈ ഷോ വരെ ക്രഷ് ആയിപ്പോയി. എല്ലാവരും ടിക്കറ്റിന് വേണ്ടി ബുക്ക് മൈ ഷോയിൽ കുത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ റെക്കോർഡ് പ്രീസെയിലും ഓപ്പണിംഗ് ഒക്കെ കിട്ടിയ ചിത്രം. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ ഏകദേശം 3 മണിക്കൂറുണ്ട്. ലാലേട്ടനെ കാണാൻ വേണ്ടി കയറിയിട്ട് ലാലേട്ടൻ വന്നത് 1 മണിക്കൂർ കഴിയുമ്പോഴാണ് സിനിമ തുടങ്ങി. അതും വരുന്നു നടക്കുന്നു എന്തൊക്കെയോ പറയുന്നു പോകുന്നു. ഇത് തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിൽ. ആകെ എടുത്തു പറയാവുന്നത് ആ ജംഗിൾ പൊളി മാത്രമായിരുന്നു ലാലേട്ടന്റെ. സാധാരണ ലാലേട്ടന്റെ മോശം പടത്തിലെ ഫുട്ടേജ് പോലും മാഷപ്പിൽ എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. ഈ എമ്പുരാനിലാണെങ്കിലോ അതുപോലും ഒരു സാധനം പോലും ഇല്ല. ആകെ ഉണ്ടായിരുന്നത് ഈ ജംഗിൾ പൊളി ഫൈറ്റ് സീക്വൻസ് മാത്രമായിരുന്നു. ഏറ്റവും കൂടുതൽ ഡിസപ്പോയിന്റഡ് ആയ മലയാള ചിത്രമായിരുന്നു ഈ വർഷം എമ്പുരാൻ. അടുത്ത ചിത്രം തമിഴിൽ നിന്നാണ്. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനെത്തിയ ചിത്രം കൂലി. ആദ്യം പലരും ലിയോ ലെവൽ ഹൈപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചപ്പോഴാണ് അങ്ങോട്ട് ഹൈപ്പും എന്താണെന്ന് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും അപ്ഡേറ്റ് ഒക്കെ ഒരു മിഡ് ലെവലായിരുന്നു. ലിയോ ലെവൽ ഹൈപ്പ് ഉണ്ടാകുന്ന അത്ര അപ്ഡേറ്റ് പോസ്റ്റർ ആയാലും ട്രെയിലർ അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല. പക്ഷെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചപ്പോഴാണ് അതിന്റെ ശരിക്കും അറിഞ്ഞത്. തമിഴ് സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വേഗം 100 കോടി എത്തിയ ചിത്രം. പ്രീസെയിൽ റിലീസിന് മണിക്കൂറുകൾ മുമ്പ് തന്നെ പ്രീസെയിലൂടെ 100 കോടി ക്ലബിൽ കയറി ആദ്യ ദിവസം 151 കോടി രൂപ നേടി ഓൾ ടൈം റെക്കോർഡ് ഓപ്പണിംഗ് നേടി. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോഴോ പലരും പ്രതീക്ഷിച്ചത് ലിയോക്ക് മുകളിൽ ഒരു നല്ല സിനിമ. ലിയോയിൽ ഫ്ലാഷ് ബാക്ക് മാത്രമായിരുന്നു മോശമെങ്കിൽ കൂലിയിലേക്ക് വരുമ്പോൾ ഫ്ലാഷ് ബാക്ക് മാത്രമായിരുന്നു നല്ലത്. ബാക്കി ഒന്നിനും ഒരു കൊള്ളൂലാത്തൊരു പടം എന്ന് തന്നെ പറയാം. അതായിരുന്നു കൂലിയുടെ അവസ്ഥ. കൂലി എമ്പുരാനിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ ഒരു ജംഗിൾ പൊളി മാത്രമേ ഫാൻസിന് കിട്ടിയുള്ളൂ, അതുപോലെ തന്നെയായിരുന്നു കൂലിയിലും. ഫ്ലാഷ് ബാക്ക് പോർഷൻ മാത്രം വേണമെങ്കിൽ മാഷപ്പിലൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കാം. അല്ലാതെ ഒരു സിനിമ എന്ന രീതിയിൽ രണ്ട് സിനിമയും എമ്പുരാനാണെങ്കിലും ശരി കൂലിയാണെങ്കിലും ശരി അട്ടർ ഡൗൺ ആയിരുന്നു രണ്ട് സിനിമയും. അടുത്ത ചിത്രം എന്ന് പറയുന്നത് മലയാളമാണ്. ദിലീപേട്ടന്റെ ബബ്ബയാണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ തന്നെ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രം. പിന്നീട് ലാലേട്ടനും കൂടി ആടായപ്പോൾ ഹൈപ്പ് ഒന്നും കൂടി. അത് പ്രീസെയിലിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആ സിനിമ ഇറങ്ങി. സിനിമയിൽ ആകെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ മാത്രമാണ്. ദിലീപേട്ടന്റെ എനർജറ്റിക് പെർഫോമൻസ് വർഷങ്ങൾക്ക് ശേഷം. അതല്ലാതെ സിനിമ എന്ന രീതിയിൽ നോക്കുമ്പോൾ കാര്യമായി ഒന്നും തന്നെ ഇല്ലാത്തൊരു ചിത്രമായിരുന്നു ബബ്ബ. ദിലീപേട്ടന് റൺവേ 2 വാളയാർ പരമേശ്വരം ഒക്കെ ചെയ്യാനായിട്ട് ഇപ്പോഴും പറ്റും എന്നൊരു എനർജറ്റിക് പെർഫോമൻസ് ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു ബബ്ബയുടെ ഏക പോസിറ്റീവ്. അപ്പൊ ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിന്റ് ആയ 3 പടങ്ങൾ എമ്പുരാൻ, കൂലി, ബബ്ബ. നിങ്ങൾ ഈ വർഷം ഏറ്റവും കൂടുതൽ ഡിസപ്പോയിന്റഡ് ആയ പടം ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. അപ്പൊ എന്റെ ചാനലിൽ സിനിമ അപ്ഡേറ്റും അതുപോലെ തന്നെ എന്റെ പേഴ്സണൽ ബ്ലോഗ് ഒക്കെയാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തോട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.